നല്ല ചൂടാണല്ലേ, അകത്തും ചൂട് പുറത്തും ചൂട്. പ്രത്യേകിച്ച് അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങളെ കാര്യം പറയണ്ട. ഗ്യാസിൻ്റെ ചൂട്, അടുപ്പിൻ്റെ ചൂട്, പുറത്ത് ചൂട്, ഹോർമോൺ ചേഞ്ചസിൻ്റെ ചൂട് ഇരട്ടിയാവും. ചൂട് കൂടുമ്പോൾ കോർട്ടിസോൾ കൂടും, നല്ല ദേഷ്യം കൂടും, തലക്കൊക്കെ ഒത്തിരി മന്ദപ്പുണ്ടാവും, അതേപോലെ ഹാർട്ട് ബീറ്റ് കൂടും, തളർച്ച വരും, കൺഫ്യൂഷൻ കൂടും, ഉപ്പിട്ടോ മുളകിട്ടോ ഒക്കെ മറന്നു പോവും. അങ്ങനെ ആ കൂടി പ്രശ്നമാണ്. അപ്പം നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് ഈ ഒരു ബക്കറ്റിൽ ഇത്തിരി വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ കൈ ഇങ്ങനെ മുട്ട് വരെ മുക്കി വെക്കുക. ഒരു 30 സെക്കൻഡ് കൈ രണ്ടും മുട്ട് വരെ മുക്കി വെക്കുക. അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈയിൻ്റെ മുട്ടിൻ്റെ അവിടെ ഒന്ന് കയറ്റി കുറച്ച് നേരം വെള്ളം കൊണ്ട് കഴുകുക. അപ്പോൾ ഈ നമ്മുടെ ഈ സ്കിന്നിൻ്റെ അടുത്താണ് ഈ രക്തക്കൊള്ളികളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ തണുത്ത വെള്ളം വരുമ്പോൾ ഒന്ന് തണുത്തിട്ട് ബോഡി മൊത്തം ഒന്ന് തണുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ തണുത്ത നല്ല ഐസും വെള്ളത്തിൽ ഒരു കോട്ടൻ്റെ തുണി മുക്കി പിഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ ബാക്കിൽ വെക്കുക. വലിയ രക്തക്കൊള്ളികളൊക്കെ തലച്ചോറിക്ക് പോകണം കഴുത്തിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ അതിങ്ങനെ മുക്കി പിഴിഞ്ഞിട്ട് അത് ഉണങ്ങുമ്പോൾ വീണ്ടും മുക്കി ഒരു ഷോളിൻ്റെ കഷ്ണമായിട്ട് എടുത്തിട്ട് മുക്കി പിഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ നല്ല വെള്ളം കുടിക്കുക, ജനലും വാതിലൊക്കെ തുറന്നിടുക, നേരെ തന്നെ അടുക്കളയിൽ കയറുക. അധികം ആർഭാടമുള്ളൊന്നും വെച്ചുണ്ടാക്കേണ്ട, കുറച്ച് എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ നോക്കുക. അപ്പോൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. നല്ല ബുദ്ധിമുട്ടാണ്, നല്ല ചൂടാണ്.